ഇനി യോഗ പ്രാണവിദ്യയിലെ ലെവൽ 5 ക്രിസ്റ്റലുകളെ കുറിച്ചുള്ള പാഠ്യപദ്ധതിയാണ്. ഈ ക്രിസ്റ്റലുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ക്രിസ്റ്റലുകളുടെ ശക്തികൾ കണ്ടെത്തിയിട്ടുണ്ട്. മായൻ സംസ്കാരങ്ങളിലാണത് അതിനെ ഹീലിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചു. അതിന് മുന്നുണ്ടായിരുന്ന അറ്റ്ലാന്റിസ്, ലുമേറിയൻ സംസ്കാരങ്ങളൊക്കെ ക്രിസ്റ്റലുകളുടെ ശക്തി കണ്ടെത്തുകയും അതവരൊരു ജനറേറ്ററായിട്ടൊക്കെ ഉപയോഗിക്കുകയും സൂര്യൻ്റെ ശക്തി അതിലേക്ക് എടുത്ത് അത് രാത്രി കാലങ്ങളിൽ വെളിച്ചം ഉണ്ടാക്കാനായിട്ട് ഗുഹാന്തർഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയാലും പിന്നീട് തമ്മിൽ പോരടിക്കാൻ ഈ ക്രിസ്റ്റലുകളുടെ ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ നശിപ്പിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടി സംസ്കാരം പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പിന്നെ മായൻ സംസ്കാരത്തിലുള്ളത് ആദ്യമായിട്ട് ഇത് ചികിത്സാ രീതികളായിട്ട് വേണ്ടിയിട്ട് രോഗത്തിനെ പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെയാണ് അവർ ഉപയോഗിച്ചത്. നമ്മളിവിടെ രോഗത്തിനെ പ്രഡിക്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നില്ല. കുറച്ച് കൈകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് രോഗങ്ങളെ കണ്ടെത്താം. ക്രിസ്റ്റലുകളുടെ ശക്തി അതിൻ്റെ ഉള്ളിൽ ചില മിനറലുകളും ചില എലമെൻറ്റുകളും സൂര്യപ്രകാശവും വെള്ളവും വായുവൊക്കെ ചേർന്നിട്ട് അത് ഉണ്ടാവുകയാണ്. ഭൂമിയുടെ ഉള്ളിൽ വളർന്നു വരുന്നതാണ്. പ്രത്യേക രീതിയിൽ അത് വളർന്നു വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ക്രിസ്റ്റലൈൻ ഫോംസിന് പ്രത്യേക അടുക്കും ചിട്ടിയും അതിൻ്റെ ഉള്ളിൽ ജീവനുള്ള ബീയിങ്ങുകൾ, എനർജി ബീയിങ്ങുകൾ, ക്രിസ്റ്റൽ ബീയിങ്ങുകൾ ധാരാളം ഉണ്ടാവുകയും അവയെ ഖനനം ചെയ്ത് എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് അതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴൊക്കെ ഓരോ ആളുകളും ഇത് കൈകാര്യം ചെയ്ത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് പല തരത്തിലുള്ള എനർജികളുടെയും സ്വാധീനം അതിലുണ്ടാവും. കാരണം അതൊരു അബ്സോർബിങ് എലമെൻ്റാണ്. അതൊരു ചീത്തകളെ വലിച്ചെടുക്കാനും മറ്റു പല കാര്യങ്ങൾക്കും അത് ക്രിസ്റ്റലുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ക്രിസ്റ്റലുകളെ, നല്ല ക്രിസ്റ്റലുകളെ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ക്രിസ്റ്റലുകളുടെ ശക്തി എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം, നമുക്ക് ഗുണപരമായി ഉപയോഗിക്കാം, അതിനുള്ളിലുള്ള എനർജി ബീയിങ്ങുകൾക്ക് ശക്തി കൊടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ, അതിനുള്ളിൽ പിടിച്ചു വച്ചിരിക്കുന്ന അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുകളൊക്കെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ തന്നെ ക്ലീനിങ് ചെയ്ത് അതിനെ രക്തമാല കഴുത്തിലിടുമ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇടാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് അതിടാൻ പാടില്ല? ഒരു മോതിരം നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്താൽ അതിടുമ്പോൾ അതിനെ ക്ലെൻസ് ചെയ്ത് അതിനെ ശക്തിപ്പെടുത്തിയിട്ടേ ഇടാൻ പാടുള്ളൂ എന്നുള്ള അറിവ് നമുക്കിതിൽ നിന്ന് ലഭിക്കാം. കാരണം അതിൻ്റെ ഉള്ളിലും പലതരം ഇംപ്രിൻസ് ഉണ്ടായിരിക്കും. പക്ഷേ നെഗറ്റീവ് ക്വാളിറ്റീസ് ആളുകളുടെ ആരൊക്കെ കൈവച്ചോ അവരുടെയൊക്കെ സ്വഭാവങ്ങളും അവർ ചിന്തിച്ച ചിന്തകളും നെഗറ്റീവ് അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടൊരു ആപത്ത് ധരിച്ചവർക്ക് വരാതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞ ചീത്തയായിട്ടുള്ള എനർജി ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനെ നല്ലപോലെ വൃത്തിയായിട്ട് ക്ലീനിങ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് വേണം ക്രിസ്റ്റൽസൊക്കെ ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ക്രിസ്റ്റലിനെ ദ പവർ ഓഫ് ദ ഫയർ ഓഫ് ദ സൺ, ദ പവർ ഓഫ് ദ മദർ എർത്ത് ആൻഡ് ദ പവർ ഓഫ് എയർ, ചന്ദ്രൻ്റെയും മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നൊക്കെ ഇതിലേക്ക് ശക്തി ആവാഹിച്ചോളാനായിട്ട് നമുക്ക് ചില പരിശീലനങ്ങൾ കൂടെ അതിനെ ചെയ്ത് അതിന് വലിയ വിശാലമായ വിപുലമായ ശക്തിയിലേക്ക് നമുക്ക് ക്രിസ്റ്റലുകളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രോഗം ഉള്ള ഭാഗത്ത് നമുക്ക് കൈകൾ കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് പകരം ക്രിസ്റ്റൽ കൊണ്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവ്ലി ക്ലീനിങ് വേഗം നടക്കും. പഴക്കമുള്ള അസുഖങ്ങൾ, പ്രായാധിക്യം കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ക്രിസ്റ്റൽ കൊണ്ട് കഠിനമായ രോഗങ്ങൾ, സിവിയറിറ്റി ഓഫ് ദ എയിൽമെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് ഈ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എടുത്ത് അതിനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ പെബിൾസ് എങ്ങനെ ഉപയോഗിക്കാം, how to clean and how to consecrate the crystal and how to use for different purposes. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ കോഴ്സ് പഠിച്ചാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കോഴ്സാണ്. വളരെ 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 ഗുണപരമായ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് വേറൊരു പുതു ലോകത്തേക്കാണ് നാം കടന്നു ചെല്ലുക. ഈ ക്രിസ്റ്റലുകളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ക്രിസ്റ്റലുകളിലുള്ള ബീയിങ്ങുകൾ അവർ നമ്മുടെ ജീവനക്കാരുടെ തലത്തിലാണ്. അവർ നമ്മളെന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന തരത്തിലേക്ക് അവയെ മാറ്റിയെടുക്കാം. നമുക്ക് ആ ശക്തികളെ കൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, തെറ്റായ കാര്യങ്ങൾക്ക് ചെന്നാൽ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് നമുക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട പല മാനിഫെസ്റ്റേഷൻസിനെയും അല്ല ചില പ്രോഗ്രാം ചെയ്യുക. നമുക്കിന്നത്
മകൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പറയാം, ക്രിസ്റ്റൽ ഇത് എൻ്റെ മകനെ സംരക്ഷിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, അവന് ആ നേരത്ത് സൈക്കോളജിക്കൽ ബാലൻസ് പോകരുത്, ഭയപ്പെട്ട് ടെൻസ്ഡായിട്ട് അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യരുത്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ക്രിസ്റ്റലുകളെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ക്ലീനിങ് ചെയ്തൊരു ഡിവൈൻ ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നത് എന്നാണ് നമ്മൾ ലെവൽ 5 പഠിക്കുന്നത്. പിന്നെ പ്രാണൻ സ്വീകരിക്കാനുള്ള വഴികളും അതിന് ചക്രങ്ങളിൽ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടും, ഓരോ നിറങ്ങളും ക്രിസ്റ്റലുകളുടെ നിറങ്ങളും എങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രകടമാക്കി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുക. അകലെയുള്ള ഒരാളെ നമുക്ക് ക്രിസ്റ്റലിൻ്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ ഹീൽ ചെയ്യാം, നല്ല കാര്യങ്ങൾക്ക് മാത്രം നാം ഇത് ഉപയോഗിക്കാനാണ് പഠിക്കുക. അതിൻ്റെ നേരെ വിപരീതമായിട്ട് അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിനെ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മോശമായിട്ടുള്ള ഫലം അത് ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കും എന്നുള്ള ഓർമ്മയോടുകൂടി തന്നെയാണ് ഇതൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ 5ാമത്തെ ലെവല് ക്രിസ്റ്റൽ ഹീലിംഗ് ആണ്. ക്രിസ്റ്റൽ കൊണ്ട് എങ്ങനെ ഹീൽ ചെയ്യാം, ക്രിസ്റ്റലിനെ എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ ക്രിസ്റ്റലിനെ നല്ലതിനെ തിരഞ്ഞെടുക്കാം, അതിനെ എങ്ങനെ പവർഫുൾ ഒരു ടൂളാക്കി മാറ്റാം, ഇതൊക്കെ അതിൽ നിന്ന് പഠിക്കാം. ഒക്കെ ആത്മാ ചോവാക്കോക്സ്ലി ത്രൂ മാ ഷാർലറ്റ് നമുക്ക് പകർന്നു തന്ന അറിവുകളാണ് ഇതൊക്കെ. ഇത് നിങ്ങൾക്ക് വ്യക്തമായും പരിശീലിച്ച് അതിൻ്റെ ശക്തി കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഞാനിവിടെ പറഞ്ഞത് കൊണ്ട് അതൊക്കെ സംഭവിക്കുമെന്നല്ല നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളത് പഠിച്ചത് ഉപയോഗിച്ച് ജീവിതത്തിൽ അതിൻ്റെ മേന്മ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ലെവൽ 1 ബേസിക് ഹീലിംഗ് അനാട്ടമിയാണ് നമ്മൾ പഠിച്ചത്. ലെവൽ 2 കളറിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വലിയ മാരക രോഗങ്ങളെ മാറ്റാൻ നമ്മൾ പഠിച്ചു. 3ാമത്തേൽ എല്ലാവിധ മാനസിക രോഗങ്ങൾക്കും വേണ്ട പരിഹാരം ചെയ്യാനായിട്ട്, അതിനെ റിപ്പയർ ചെയ്ത് നമ്മുടെ ഊർജ്ജ ശരീരത്തെ ശരിയാക്കാനായിട്ട് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഈ സൈക്കോതെറാപ്പിയുടെ പ്രത്യേകത ശാരീരികമായിട്ടുള്ള അധികം രോഗങ്ങളും മാനസികമാണ്. അത് അവരുടെ ചില തെറ്റായ ചിന്തകൾ കൊണ്ടാണ് അസുഖമുണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ അതിനെ സൈക്കോളജിക്കലി അതിനെ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ലെവൽ 2 ആപ്ലിക്കേഷന് വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് മാറും. അപ്പോൾ ലെവൽ 3 ലെവൽ 4 എന്ന് പറഞ്ഞാൽ സൈക്കിക് അറ്റാക്കുകളാണ്, എനർജറ്റിക് അറ്റാക്കുകളാണ്. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ ജോലിയിലൊക്കെ മറ്റുള്ള നെഗറ്റീവ് ഫോഴ്സുകൾ വന്ന് അതിനെ നശിപ്പിക്കാതിരിക്കുക, നമ്മളെ മാത്രമല്ല നമ്മുടെ ബോഡിയെ മാത്രമല്ല പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മുടെ വസ്തുക്കളെയൊക്കെ നമുക്ക് ഷീൽഡ് ചെയ്യാം. നമ്മുടെ വാഹനങ്ങൾ, വസ്തുക്കൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന സമയത്ത്, ഭാര്യ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഏത് സമയങ്ങളും ഒരു ഇൻ്റലിജൻ്റ് ഇവാലുവേഷനോട് കൂടി ആ സമയത്ത് അത് ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഷീൽഡ് ഇടാനായിട്ട് അറിയാം. ഷീൽഡ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അഴിച്ചു മാറ്റാനായിട്ട് അറിയാം. അതാണ് 4th ലെവലിൽ നിന്ന്. അതിന് വ്യത്യസ്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ വളരെ ലളിതമായിട്ട് ആർക്കും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രത്യേക ക്വാളിഫിക്കേഷൻ്റെ അല്ല ആവശ്യം. ഇവിടെ അറിവുണ്ടാക്കണമെന്നുള്ള ആഗ്രഹമാണ്. 5ാമത്തേൽ ക്രിസ്റ്റലുകൾ. അപ്പോൾ 4 കഴിഞ്ഞാലേ 5ാമത്തെ ലെവലിൽ ഇഫക്റ്റീവ്ലി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5ാമത്തെ ലെവലിൽ ക്രിസ്റ്റലുകളെ കുറിച്ച് നമുക്ക് നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അത് വളരെ ഉപകാരപ്രദമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഒട്ടനവധി കോഴ്സുകളുണ്ട്. ദ പാത്ത് ടു അർഹത്ഷിപ്പ് ഉണ്ട്, ക്രിയാശക്തിയുണ്ട്, സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ട ക്രിയാശക്തി ഉണ്ട്, എനർജറ്റിക് ഫെങ്ഷുയി ഉണ്ട്, അതുപോലെ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, പ്രകൃതിയിലെ ഊർജ്ജവിധാനങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഫാമിലി ലൈഫിലൊക്കെ എങ്ങനെ ഹൗ ടു മാനേജ്, ഹൗ ടു മേക്ക് ഗുഡ്നെസ്, ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പഠിച്ച്. പിന്നെ അതുപോലെ തന്നെ കബല സന്യാസിമാരുടെ ഒരു അസ്ട്രോളജി ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന, ഒരു 6 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു സിലബസ് ഉണ്ട്. അത് ഈ TBMൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ആ കോഴ്സിൽ. അത് 2 കൂടിയിട്ടാണ്. അപ്പോൾ വളരെ അമൂല്യമായ അത്ഭുതകരമായ ഒരു ശാസ്ത്രമാണ് നിങ്ങൾ പഠിക്കുന്നത്. യോഗി ശാസ്ത്രമാണ്. യോഗി പരമ്പരകളിൽ നിന്നും കണ്ടെത്തി ഇന്ന് ശാസ്ത്രം യോഗികളുടെ തലത്തിലേക്ക് അവർ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. 2025 കിട്ടിയത് ഈ ക്വാണ്ടം തിയറി അനുസരിച്ചാണ്. നമ്മുടെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്.
അപ്പോൾ അതുപോലെ തന്നെ ബ്രെയിൻ പവർ വർക്കൗട്ട്, ഓർമ്മശക്തി കുറവുള്ള ആളുകൾക്ക് അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ, ടെക്നോളജി ഓഫ് ഫീലിംഗ് സട്ടിൽ എനർജി, ഈ എനർജി സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള വളരെ അമൂല്യമായ അറിവ് തരുന്നതാണ്. അതിനുള്ളൊരു വർക്ക്ഷോപ്പാണ്. നമുക്കതിന് ഒരു സ്പെഷ്യൽ ഫാക്കൽറ്റി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. പിന്നെ വി കൺ റൈറ്റ് വിത്തിൻ യു ലെവൽ 1, ലെവൽ 2. ലോക നന്മയും അതുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം നമ്മുടെ കാര്യങ്ങളെ സ്വാധീനങ്ങൾ ഉണ്ടാക്കും, അതുപോലെ നമ്മുടെ ആത്മാവ് എന്താണ്, ആരാണ്, എങ്ങനെയാണ്, അതും എങ്ങനെയാണ് നാം ഇവിടെ വന്നത്, അങ്ങനെയുള്ള ഐ ആം ദാറ്റ് ഐ ആം എന്നുള്ള ഐ എം നോട്ട് ദ ബോഡി, ഐ എം നോട്ട് ദ ഇമോഷൻസ്, ഐ എം നോട്ട് ദ തോട്ട്, ഐ എം നോട്ട് ദ മൈൻഡ്, ദ മൈൻഡ് ഇസ് എ സബ്റ്റിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ദ സോൾ. ആ തലത്തിൽ ചിന്തിക്കാനും, അതായത് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് എത്താനൊക്കെ സഹായിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ വക ഇത്രയും വളരെ അമൂല്യമായ കോഴ്സുകൾ, ഇനി ഒട്ടനവധി കോഴ്സുകളുണ്ട്. ഇതൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇത് വളരെ മികച്ചതാക്കാനായിട്ട് സഹായിക്കും. താങ്ക് യു വെരി മച്ച് രഞ്ജിത്ത്. ഇനി യോഗ പ്രാണവിദ്യയിലെ